ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലീന റോയ് ഫ്രം LR ബൊട്ടിക് കൊമ്പിടിഞ്ഞാമാക്കൽ. ഇന്ന് നമുക്ക് രണ്ട് ടൈപ്പ് സാരികൾ കാണാം. രണ്ട് സാരി രണ്ട് റേഞ്ചാണ് വരുന്നത്. കാഷ്വൽ വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാരികളാണ്. നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് സാരി വരുന്നത് ഇതൊരു ലിനൻ കോട്ടണിൽ വരുന്ന സാരിയാണ്. ഇത് നല്ല ഭംഗിയുള്ള ഒരു മൗ ഷെയ്ഡാണ്. ഇതിന്റെ രണ്ട് വശത്തെ ബോർഡറിലും ഇതുപോലെ ഒരു സിൽവറിന്റെ സെറിയാണ് പോയിരിക്കുന്നത്. ഓൾ ഓവർ ബോഡി ഇങ്ങനത്തെ ചെറിയ ചെറിയ ഒരു വൈറ്റ് ത്രെഡ് കൊണ്ടുള്ള ഒരു എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത്. ഓൾ ഓവർ ദ ബോഡിയിൽ ഇതുപോലെയാണ് പോയിരിക്കുന്നത്. ഇതിന്റെ പല്ലു വരുമ്പോ കുറച്ച് അധികം എംബ്രോയിഡറി വർക്കാണ് പല്ലുവിൽ വന്നിരിക്കുന്നത്. ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിൻ ബ്ലൗസ് പീസ് വിത്ത് ഈ സിൽവർ സെറി ബോർഡർ ആണ്. ഇത് ചില കസ്റ്റമേഴ്സ് ഒക്കെ ചോദിച്ചായിരുന്നു, ഒരുപാട് ഒട്ടിക്കെടുക്കുന്ന സാരികളാണോ? ചില സാരികളൊക്കെ കാണിക്കുമ്പോൾ തീരെ വണ്ണമില്ലാത്തവർക്ക് പറ്റുമോ എന്നുള്ളത്. തീരെ വണ്ണമില്ലാത്തവർക്ക് ഈ സാരികൾ പറ്റും. ഇത് ഒരുപാട് ഇങ്ങനെ ഒട്ടിക്കെടുക്കുന്ന സാരിയല്ല, കുറച്ചൊരു പറപ്പിൽ നിൽക്കുന്ന ഒരു സാരിയാണ്. ഇതിൽ നമ്മൾ സ്റ്റാർച്ച് ഒന്നും കയറ്റേണ്ട കാര്യമില്ല. നമ്മൾ കഴുകിയാലും ഇത് ഇതുപോലെ തന്നെ നിൽക്കും. ഈ സാരിയുടെ റേറ്റ് വരുന്നത് 690. ഇത് നല്ല കംഫർട്ടബിൾ ആണ്, ഉടുക്കാനായിട്ട് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് തന്നെ ഹാൻഡ് വാഷ് ചെയ്യാം. നല്ല ഭംഗിയുള്ള സാരിയാണ്, നല്ല സുഖമാണ് ഇത് ഉടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് ഷെയ്ഡ് കാണാം. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പേസ്റ്റൽ ഗ്രീൻ കളറാണ്. ഇതിന്റെയും രണ്ട് സൈഡിൽ ഇതുപോലെ ഒരു സിൽവർ സെറി ബോർഡർ ആണ് പോയിരിക്കുന്നത്. ഓൾ ഓവർ ദ ബോഡി വൈറ്റ് കളറിലുള്ള ഒരു എംബ്രോയിഡറി വർക്കാണ് ഫുള്ളും പോയിരിക്കുന്നത്. ഇതിന്റെ പല്ല് വരുന്നത് കുറച്ച് അധികം വൈറ്റ് ത്രെഡ് കൊണ്ടുള്ള എംബ്രോയിഡറി വർക്കാണ് പല്ലുവിൽ മുഴുവൻ കാണുന്നത്. ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിൻ ബ്ലൗസ് പീസ് വിത്ത് സിൽവർ സെറി ബോർഡർ ആണ്. ഇതൊക്കെ നല്ല കംഫർട്ടബിൾ ആണ്. നമുക്ക് കാലത്ത് ഒടിഞ്ഞ് വൈകുന്നേരം വരെ ഉടുത്തുകൊണ്ട് നടക്കാൻ പറ്റുന്ന സാരികളാണ്. ഇതിൽ സ്റ്റാർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, ചൂടെടുക്കുന്നതല്ല. നല്ലതുപോലെ എന്താ പറയാ, ഒരുപാട് സ്റ്റിഫായിട്ട് നിൽക്കുന്ന സാരിയല്ല, ഒതുങ്ങി കിടക്കുന്ന സാരിയാണ്. അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് 690, 690. അപ്പം ഇങ്ങനെയാണ് ഇതിന്റെ വ്യൂ വരുന്നത്. ഇത് നല്ല ഭംഗിയുള്ള ഒരു പേസ്റ്റൽ ഗ്രീൻ കളറാണ്. നെക്സ്റ്റ് സാരി വന്നിരിക്കുന്നത് നമുക്ക് കാഷ്വൽ വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത്. ഓൾ ഓവർ ബോഡി ഇങ്ങനെ ഒരു ലീഫിന്റെ ഒക്കെ പോലെ, ലീഫും ഒരു ഫ്ലവറും അങ്ങനെ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ മുകളിലേക്ക് വരുന്ന സൈഡില് ഇതുപോലെ ഒരു ചെറിയൊരു ഗോൾഡൻ സെറി കൊണ്ടുള്ള ഒരു ബോർഡറും, താഴേക്ക് വരുന്നിടത്ത് അത് തന്നെ കുറച്ചുകൂടി വീതി കൂടിയതുമാണ്. ഇത് നല്ലൊരു മസ്റ്റേർഡ് യെല്ലോ കളറാണ്. നല്ല ഭംഗിയുള്ള സാരിയാണ്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ആണ് ഇത് ഉടുക്കാനായിട്ട്. ചൂടൊന്നും ഉടുക്കുന്ന സാരി അല്ല കേട്ടോ. കാഷ്വൽ വെയർ ആയിട്ട് നമുക്ക് കാലത്ത് തുടങ്ങി വൈകുന്നേരം വരെ ജോലിക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാരിയാണ്. ഇതിന്റെ പല്ലുവില് വരുന്നത് ഇതുപോലെയാണ് പല്ലു. ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയുള്ള ഒരു ചെറിയ ചെറിയ ഡിസൈൻ ആണ് ബ്ലൗസ് പീസ് വിത്ത് സ്ലീവിന്റെ ബോർഡർ. ഇതിന്റെ വ്യൂ വരുന്നത് ഇതുപോലെയാണ് ഇതിന്റെ വ്യൂ വരുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 685. അപ്പം ഇതൊക്കെ നമുക്ക് തന്നെ ഹാൻഡ് വാഷ് ആണ്. നല്ല ഭംഗിയുള്ള സാരിയാണ്. ചൂടെടുക്കുന്ന ടൈപ്പ് സാരിയല്ല, ഒതുങ്ങി കിടക്കുന്ന സാരിയാണ്. അപ്പം ഇന്ന് ഈ കാണിച്ച സാരികളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പോസ്റ്റ് വഴിയോ കൊറിയർ വഴിയോ ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.